ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിപിത സജീവ്. ചെറുചേമ്പും പാൽച്ചേമ്പിൻ്റെ ഇലയും കൂടി ഉണ്ടാക്കുന്ന ഒരു നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ പാൽച്ചേമ്പിൻ്റെ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളത്. തണ്ടോട് കൂടി വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം. പാൽച്ചേമ്പിൻ്റെ ഇല ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തണ്ടോട് കൂടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ചെറുചേമ്പും വേണം. വലിയ പീസസൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ചെറുചേമ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച പാൽച്ചേമ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കുക്കർ അടച്ചു വെച്ച് അടുപ്പത്ത് വെക്കാം. ഇതെല്ലാം കുക്കാവാനായിട്ട് ഒരു വിസിൽ കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഒരു 10-12 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ ഒരു 6 എടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 6 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയുടെ കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചീനമുളക് ഇട്ട് കൊടുക്കുകയാണ്. ചീനമുളക് നമുക്ക് എരിവിനനുസരിച്ച് എടുത്താൽ മതിയാവും. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അരച്ചെടുത്താൽ മതിയാവും. പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ ചേമ്പെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. വെള്ളം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഈ ഒരു കറി കട്ടിയോടെ ഉണ്ടാക്കുമ്പോഴേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. തേങ്ങ ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ല നാടൻ കറി റെഡി ആയിട്ടുണ്ട്. വെറുതെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക് യു.